بسم الله الرحمن الرحيم الحمد لله رب العالمين أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد സൂറത്തുൽ ബഖറയിലെ 4-ാമത്തെ ആയത്തും 5-ാമത്തെ ആയത്തുമാണ് ഇൻഷാല്ലാ നമുക്കിന്ന് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല ശുദ്ധ ഖുർആനിനെ കുറിച്ച് വിവരിച്ചു. ഈ കിതാബിൽ ഹിദായത്തുണ്ട് എന്ന് വിവരിച്ചു. അത് മുത്തഖീങ്ങൾക്കാണ് ലഭിക്കുക എന്ന് അറിയിച്ചു. പിന്നീട് മുത്തഖീങ്ങളുടെ വിശേഷണങ്ങൾ വിവരിച്ചു തുടങ്ങി. അവരുടെ ഒന്നാമത്തെ വിശേഷണം അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. രണ്ടാമത്തെ വിശേഷണം അവർ ഖീമൂന സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവരാണ്. മൂന്നാമത്തെ കാര്യം മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുന്നവരാണ്. ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനിയുള്ള ആയത്തിലും അവരുടെ വിശേഷണം, മുത്തഖീങ്ങളുടെ വിശേഷണമാണ് ഇനിയുള്ള ആയത്തിൽ അള്ളാഹു വിവരിക്കുന്നത്. എന്താണ് ഇനിയുള്ള ആയത്തിൽ പറയുന്നത്? വല്ലദീന അല്ലദീന നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ തൊട്ട് മുന്നത്തെ ആയത്തിൽ അല്ലദീന എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ തുടർച്ചയാണ് ഇത്. വല്ലദീന ഇവരിങ്ങനെയുള്ളവരാണ്, ഇങ്ങനെയും ഉള്ളവരാണ്, അതാണ് അതിൻ്റെ അർത്ഥം. മുത്തഖീൻ എന്ന് പറഞ്ഞില്ലേ, ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഹിദായത്തുണ്ട്. അല്ലദീന മുത്തഖീങ്ങൾ ആരാണ്? ഇങ്ങനെയുള്ളവരാണ്. വല്ലദീന അവർ ഇങ്ങനെയുള്ളവർ കൂടിയാണ്, അതാണ് രണ്ടാമത്തെ വല്ലദീന. വല്ലദീന യുമിനൂന അവർ വിശ്വസിക്കുന്നവരാണ്. ഈമാൻ നമ്മൾ കഴിഞ്ഞ തവണ വിശദീകരിച്ച എന്താണ് ഈമാൻ അല്ലേ, അതിൻ്റെ അർത്ഥം എന്താണ്? വല്ലദീന യുമിനൂന ബിമാ ഉൻസില ഇലൈക, ബിമാ ബി എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നു. ബി ഒരു കാര്യത്തിൽ, മ ആ കാര്യം എന്താണ്? ബിമാ ഏതൊരു കാര്യത്തിലും. ഉൻസില ഇലൈക, ഉൻസില അൻസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി, അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി, ഉൻസില എന്ന് പറഞ്ഞാൽ ഇറക്കപ്പെട്ടു. ബിമാ ഉൻസില അപ്പോൾ ഏതാത് മഅറൂഫ് മജ്ഹൂലാണ് അല്ലേ. ബിമാ ഉൻസില ഇലൈക, ഇലൈക നിന്നിലേക്ക്, അതായത് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങിലേക്ക്, താങ്കളിലേക്ക് ഇറക്കപ്പെട്ട എന്തൊരു കാര്യമുണ്ടോ അതിൽ വിശ്വസിക്കുന്നവരാണ് ഈ ആളുകൾ. ആര്? മുത്തഖീങ്ങൾ. ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, അത് അതിൻ്റെ നേരത്തെ തുടർച്ചയാണ്. ബി എന്ന് പറഞ്ഞില്ല, ബി മാ ഉൻസില ഇലൈക, താങ്കളിലേക്ക് ഇറക്കപ്പെട്ടത് അവർ വിശ്വസിക്കുന്നു. വ അതോടൊപ്പം യുമിനൂന ബി മാ ഉൻസില മിൻ ഖബ്ലിക, അതാണ് അവിടെ ഉദ്ദേശം. ഈ വാവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ പറഞ്ഞതിൻ്റെ തുടർച്ചയാണത്. അവർ യുമിനൂന ബിമാ ഉൻസില ഇലൈക വയുമിനൂന ബിമാ ഉൻസില മിൻ ഖബ്ലിക, വയുമിനൂന ബിമാ ഉൻസില മിൻ ഖബ്ലിക, അതാണ് അവിടെ ഉദ്ദേശം. പക്ഷേ 2 തവണ ആവർത്തിക്കണോ? ഉദാഹരണത്തിന് ജാഅ മുഹമ്മദുൻ വജാഅ സെയ്ദുൻ, മുഹമ്മദ് വന്നു, സെയ്ദും വന്നു. ഈ വാവിൻ്റെ ഉപകാരം എന്താ? ജാ 2 തവണ ആവർത്തിച്ച് പറയണ്ട. ജാഅ മുഹമ്മദുൻ സെയ്ദുൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഇത് ചെയ്തിട്ടുണ്ടെന്നായി. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കണ്ട. മിനൂന ബിമാ ഉൻസില ഇലൈക, അവർ അങ്ങേക്ക് അവതരിക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു. പിന്നെ വീണ്ടും മിനൂന പറയേണ്ടതില്ല, അവിടെ വാവ് വന്നോടുകൂടി. വമാ ഉൻസില മിൻ ഖബ്ലിക, വമാ ഉൻസില ഇറക്കപ്പെട്ട എന്തൊരു കാര്യമുണ്ടോ, മിൻ ഖബ്ലിക, മിൻ ഖബ്ലിക, ഖബിൽ തന്നെ മുൻപ്, ഖബ്ലിക താങ്കൾക്ക് മുൻപ്, അങ്ങേക്ക് മുൻപ് അവതരിക്കപ്പെട്ട എന്തൊരു കാര്യമുണ്ടോ അതിലും അവർ വിശ്വസിക്കുന്നവരാണ്. പിന്നെയോ വബിൽ ആഖിറ, നോക്കി അവിടെ ആ ബാ വീണ്ടും വന്ന് ആവർത്തിച്ചു അല്ലേ. യുമിനൂന ബിമാ ഉൻസില എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും വേറൊരു വിഷയമാണ് പറയുന്നത്. നേരത്തെ കിതാബുകളിലുള്ള വിശ്വാസമാണ്, ഇനി ആഖിറത്തുള്ള വിശ്വാസമാണ്. അപ്പോൾ വല്ലദീന യുമിനൂന ബിൽ ആഖിറത്തി, വബിൽ ആഖിറത്തി അവരുടെ മറ്റൊരു സ്വഭാവം എന്താ? വബിൽ ആഖിറത്തി, അവർ ആഖിറത്തിൽ, ഹും ആ ആളുകൾ, ഹും എന്നല്ല നമ്മൾ പഠിച്ചില്ലേ ദമീറിൽ അല്ലേ, ഹും അവർ, ഹും യൂഖിനൂൻ അവർ യഖീനുള്ളവരാണ്, ദൃഢബോധ്യമുള്ളവരാണ്. എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞതല്ലേ, അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേക്ക് അവതരിക്കപ്പെട്ടതിൽ അവർ വിശ്വസിച്ചിരിക്കുന്നു, അങ്ങേക്ക് മുൻപുള്ള ആളുകൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു. അതോടൊപ്പം വബിൽ ആഖിറത്തി അവർ ആഖിറത്തിൽ, ഹും യൂഖിനൂൻ അവർ. ഇവിടെ ഒരു നമ്മൾ മുന്നേ പറയാറുള്ള തഖ്ദീം തഅഖീർ ഉണ്ട്. ആദ്യം പറയുന്ന രണ്ടാം പറയുക ആദ്യം പറയുക, അതിവിടെ ഉണ്ട്. നോക്കി നിങ്ങൾ, വല്ലദീന യുമിനൂന ബിമാ ഉൻസില ഇലൈക എന്നല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയാണ് വന്നത്? ആദ്യം ഫിഅ്ലു വന്നു അല്ലേ, യുമിനൂന ബിമാ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്, യുഖിനൂന ബിൽ ആഖിറ എന്നല്ല പറഞ്ഞത്. പിന്നെ വബിൽ ആഖിറത്തി തിരിച്ചിട്ടത്,
പരലോകം അക്കാര്യത്തിൽ അവർക്ക് ദൃഢവിശ്വാസമുണ്ട്. ഞാൻ തിരിച്ചു പറയുമ്പോൾ അതിൽ വേറെ തന്നെ സ്വരമുണ്ട്. വയൂഖിനൂന ബിൽ ആഖിറ എന്നല്ല പറഞ്ഞത്, വബിൽ ആഖിറത്തി, ആഖിറത്തിൻ്റെ കാര്യത്തിൽ ഹും അക്കൂട്ടർ യൂഖിനൂൻ, അവർക്ക് ദൃഢവിശ്വാസമുണ്ട്. അപ്പം അതിൽ വേറെ തന്നെ സാഹിത്യ ഭംഗിയും പ്രയോഗത്തിലെ വൈവിധ്യവുമുണ്ട്. ഒരേ പ്രയോഗം പറയാന്നല്ല, പിന്നെ മാറ്റം വന്നു, അതിൽ ശൈലി വ്യത്യാസം വന്നു. ഉലായിക അക്കൂട്ടർ, ഉലായിക അവർ, ആരായി അവർ? അൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾ. അലാ ഹുദൻ, അവർ ഒരു ഹുദയുടെ മേലാണ്. അല എന്ന് പറഞ്ഞാൽ മുകളിൽ, ഹുദൻ ഒരു സന്മാർഗത്തിനു മേലാണ്, ഒരു മാർഗത്തിലാണ് അവരുള്ളത്. ആ മാർഗത്തിൻ്റെ പ്രത്യേകത എന്താ? അത് മിൻ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള ഹുദയാണ്. അവർ എവിടെയുള്ളത്? ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞതിന് തുടർച്ചയാണ് ഇത് വീണ്ടും. ഫാത്തിഹയിൽ ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞു. സൂറത്തുൽ ബഖറയിൽ കിതാബിൽ ഹിദായത്തിൻ്റെ ഹുദൻ എന്ന് പറഞ്ഞു, ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഇവിടെ പറയണം ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം. ഈ പറഞ്ഞ സ്വഭാവങ്ങളിലൊക്കെ ഏർപ്പെട്ടവർ അവർ അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്തിലാണുള്ളത്, സന്മാർഗത്തിലാണുള്ളത്. വ ഉലൈക, അവർ തന്നെയാകുന്നു, ഹും, ഇവിടെ റിപ്പീറ്റേഷനാണത്. ഉലൈക എന്ന് പറഞ്ഞാൽ അവർ എന്നാണ്, ഹും എന്ന് പറഞ്ഞാൽ വീണ്ടും അവർ തന്നെ, അവർ അക്കൂട്ടർ, അവർ തന്നെയാകുന്നു അൽ മുഫ്ലിഹൂൻ, വിജയികൾ. അല്ല, ഈ തക്റാർ, ആവർത്തനം എന്തിനാണ്? തൗക്കീദിനാണ്. ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നത് ഊന്നി പറയാനാണ്, ഉറപ്പിച്ചു പറയാനാണ്. അവരാണ് വിജയികൾ. അത് ആവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. തക്റാർ എന്തിനാണ്? തൗക്കീദിന് വേണ്ടിയാണ്. തക്റാർ എന്ന് പറഞ്ഞാൽ ആവർത്തനം, തൗക്കീദ് എന്ന് പറഞ്ഞാൽ ഊന്നി പറയാം, പ്രസ് ചെയ്ത് പറയാം, വീണ്ടും അതിൻ്റെ ഗൗരവം ഉറപ്പെടുത്തുക. അതാണ് തൗക്കീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ നിങ്ങൾ ആ പറഞ്ഞ ആയത്തുകളൊന്ന് പരിഭാഷയുടെ സഹായമില്ലാതെ മനസ്സിലാക്കി നോക്കി നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൂചനകൾ, ഓരോ ഇടയിലുള്ള ഭാഷാപരമായ പ്രയോഗങ്ങൾ മനസ്സിലാവും. അപ്പോൾ അവരുടെ സ്വഭാവം എന്താണ്? അവർ അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും അങ്ങേക്ക് മുൻപുള്ള നബിമാർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നു, അന്ത്യനാളിൽ യഖീനുള്ളവരാണ്. ഇനി അതിൻ്റെ തഫ്സീറിൽ എന്താ പറയുന്നത്? ഉല്ലദീന യുസദ്ദിഖൂന ബിമാ ഉൻസില ഇലൈക. ഉല്ലദീന, ഈ മുത്തഖീങ്ങൾ അവർ എങ്ങനെയുള്ളവരാണ്? സദ്ദിഖൂൻ, സദ്ദിഖൂൻ എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്താ? സത്യപ്പെടുത്തുന്നവരാണ് സദ്ദിഖൂൻ. പൊതുവെ ഈമാൻ എന്ന വാക്കിന് തഫ്സീറുകളിലൊക്കെ അർത്ഥം കൊടുക്കുമ്പോൾ സദ്ദിഖ് എന്നാണ് പറയുക, സത്യപ്പെടുത്തുക. ഉല്ലദീന യുസദ്ദിഖൂന ബിമാ ഉൻസില ഇലൈക, അങ്ങേക്ക് ഇറക്കപ്പെട്ടതിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. ഈ ആയത്തുകൾ പൊതുവെ അള്ളാഹുവിൻ്റെ ഉലൂവിന് തെളിവായി, അള്ളാഹുവിൻ്റെ ഔന്നിത്യം, അവൻ ഏറ്റവും മുകളിലാണ്. അള്ളാഹ് എവിടെയാണ്? ഏറ്റവും മുകളിലാണ്. അതിന് തെളിവായി പണ്ഡിതന്മാർ സ്വീകരിക്കാറുള്ള ആയത്തുകൾ ഒന്നാണിത്. കിതാബ് അവതരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അള്ളാഹു എന്താ പറയുക? അൻസല ഇലൈക്കൽ കിതാബ്, ഉൻസില ഇലൈക്ക, ഇറക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ കിതാബ് എവിടുന്നാണ് വന്നത്? അള്ളാഹുവിൽ നിന്നാണ്. അപ്പോൾ അത് ഇറക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതെന്തായിരിക്കണം? എവിടുന്ന് വന്നായിരിക്കണം? മുകളിൽ നിന്ന് വന്നതായിരിക്കണം. അപ്പോൾ അള്ളാഹു മുകളിലാണ് എന്നതിന് ഈ ആയത്ത് പണ്ഡിതന്മാർ തെളിവാക്കാറുണ്ട്. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, വല്ലദീന യുസദ്ദിഖൂന ബിമാ ഉൻസില ഇലൈക, താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവർ വിശ്വസിക്കുന്നവരാണ്. അയ്യുഹർ റസൂൽ, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലെ. ഇലൈക്ക എന്ന് പറഞ്ഞാൽ അത് നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലദീന യുസദ്ദിഖൂന ബിമാ ഉൻസില ഇലൈക യാ റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? മിനൽ ഖുർആൻ, ഒന്ന് ഖുർആനാണ്, അത് അള്ളാഹുവിൻ്റെ കലാമാണ്. രണ്ടോ വബിമാ ഉൻസില ഇലൈക മിനൽ ഹിക്മ. നോക്കൂ നിങ്ങൾ, ഇവിടെ അള്ളാഹു വല്ലദീന യുഅ്മിനൂന ബിൽ ഖുർആൻ എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ വല്ലദീന യുഅ്മിനൂന ബിൽ കിതാബ് എന്ന് മാത്രമല്ല പറഞ്ഞത്. പിന്നെ വമാ ഉൻസില ഇലൈക, അങ്ങേക്ക് എന്തൊക്കെ ഇറക്കപ്പെട്ടിട്ടുണ്ടോ അതിലൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഖുർആൻ എന്നാണ് അവിടെ പറഞ്ഞത്? അല്ല, മറിച്ച് നബിയെ അങ്ങേക്ക് എന്ത് ഇറക്കപ്പെട്ടുണ്ടോ അതിലൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടതിലെല്ലാം. ഈ ആയത്ത് യഥാർത്ഥത്തിൽ ഖുർആനീയങ്ങൾക്കുള്ള മറുപടിയാണ്, റദ്ദാണിത്. ഖുർആനീയങ്ങൾ നമ്മുടെ നാട്ടിൽ ഖുർആൻ്റെ ആൾക്കാർ എന്നിട്ട് ഇറങ്ങിയ ആൾക്കാർ, അവർ യഥാർത്ഥത്തിൽ ഖുർആൻ്റെ ആളുകളല്ല. അവർ പറയുന്നത് നമുക്ക് ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ടെന്നാണ്. ഹദീസ് വേണ്ടതേ ഇല്ല. അവർക്കുള്ള മറുപടിയാണിത്. കാരണം ഖുർആനിൽ പലയിടത്തും ഇതുണ്ട്.
അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേക്ക് ഇറക്കപ്പെട്ടതിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. എന്താ ഈ ഇറക്കപ്പെട്ടത്? ഖുർആൻ മാത്രമാണോ? അല്ല, വിശുദ്ധ ഖുർആനിൽ തന്നെ പലയിടത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അല്ലാത്ത പലതും അവിടത്തേക്ക് ഇറക്കിയിട്ടുണ്ട് എന്ന് ഖുർആനിൽ തന്നെ പലയിടത്തും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ ഹശർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, ഹശർ യുദ്ധത്തിൻ്റെ ചരിത്രമാണ്, യഹൂദരായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ മരങ്ങളെ അള്ളാഹു, ജൂതന്മാർ ജീവിച്ചിരുന്ന സ്ഥലത്ത്, താമസിച്ചിരുന്ന സ്ഥലത്തുള്ള മരങ്ങൾ സഹാബികൾ വെട്ടിയതായി കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞതായി കാണാം, ചില മരങ്ങൾ നിങ്ങൾ വെട്ടിക്കളയുകയും ചിലത് നിങ്ങൾ വെട്ടിക്കളയാതിരിക്കുകയും ചെയ്തു, അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്നത് പ്രകാരം. അള്ളാഹു പറഞ്ഞു കൊടുത്തു ഏതൊക്കെ വെട്ടേണ്ടത്, ഏതൊക്കെ. അതെവിടെ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? അത് ഖുർആനിൽ എവിടെയില്ല. അത് ഏതൊക്കെ മരമാണ് വെട്ടേണ്ടത്, ഏതൊക്കെ മരമാണ് വെട്ടാൻ പാടില്ലാത്തത്, ഖുർആനിൽ എവിടെയില്ല. അത് സൂറത്തുൽ ഹശറിലെ ആയത്തിൽ നിൽക്കുകയാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വലഖദ് അൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. നബിയെ, അങ്ങേക്ക് നാം ഈ കിതാബ് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് ഇത് വിശദീകരിച്ചു കൊടുക്കാനാണ്. ലിതുബയ്യിൻ, വിശദീകരിക്കാനാണ്. ഈ ആയത്ത് സുന്നത്ത് തെളിവാണ്, സുന്നത്തിൽ വിശ്വസിക്കണം എന്നതിന് തെളിവാണ് ഈ ആയത്ത്. അള്ളാഹു പറഞ്ഞെന്താ, നബിയെ അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ടതിലൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനാകട്ടെ ഹദീസാകട്ടെ. അപ്പോൾ വബിമാ ഉൻസില ഇലൈക മിനൽ ഹിക്മ, താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഹിക്മത്തിലും അവർ വിശ്വസിക്കുന്നുണ്ട്. എന്താ ഈ ഹിക്മത്ത്? വഹിയ സുന്നത്തു, അതാണ് സുന്നത്ത്. ഖുർആനിലെ ഹിക്മത്ത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുന്നത്താണ്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, താങ്കളുടെ റബ്ബിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കുക. ബിൽ ഹിക്മ, ഹിക്മത്ത് കൊണ്ട്. എന്താ ഹിക്മത്ത്? സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെട്ട സുന്നത്താണ്. അഹ്ൽ ബൈത്തിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിൽ പാരായണം ചെയ്യപ്പെടുന്ന കിതാബും ഹിക്മത്തും. ഹിക്മത്ത് സുന്നത്താണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞേക്കാണ്, തഫ്സീറിൽ വിവരമുള്ള പണ്ഡിതന്മാർ പറയുന്നത് ഞാൻ ധാരാളമായി കേട്ടിട്ടുണ്ട്, ഹിക്മത്ത് എന്നാൽ സുന്നത്താണ്. നബി അങ്ങേക്ക് ഇറക്കപ്പെട്ടത് രണ്ട് കാര്യമാണ്. ഒന്ന് കിതാബ് ഖുർആൻ, രണ്ട് ഹിക്മത്ത്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്താണ്. അള്ളാഹുവിൻ്റെ കിതാബിലും സുന്നത്തിലും അവർ വിശ്വസിക്കുന്നുണ്ട്. വബികുല്ലി മാ ഉൻസില മിൻ ഖബ്ലിക അല റസുലി മിൻ കുതുബ്. വബികുല്ലി, അതോടൊപ്പം അവർ വിശ്വസിക്കുന്നു എല്ലാ കാര്യത്തിലും. ഏത് എല്ലാ കാര്യത്തിലും? മാ ഉൻസില മിൻ ഖബ്ലിക്, അങ്ങേക്ക് മുൻപുള്ളവർക്ക് ഇറക്കപ്പെട്ട എല്ലാത്തിലും അവർ വിശ്വസിക്കുന്നു. അല റസുലി, റസൂലുകൾക്ക് മേൽ അവതരിപ്പിക്കപ്പെട്ട മിൻ കുതുബിൻ, ഏതൊക്കെ വേദഗ്രന്ഥങ്ങളിലോ അതിലൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. താങ്കൾ മാത്രമല്ല, പിന്നെ അങ്ങേക്ക് മുൻപുള്ള നബിമാർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലെല്ലാം അവർ വിശ്വസിക്കുന്നുണ്ട്. കത്തൗറാത്തി വൽ ഇൻജീൽ വഗൈരിഹിമ, ഉദാഹരണത്തിന് തൗറാത്ത്, ഇൻജീൽ, അതല്ലാത്ത ഗ്രന്ഥങ്ങളും. വയുസദ്ദിഖൂന ബിദാരിൽ ഹയാത്തി ബഅദൽ മൗതി, വയുസദ്ദിഖൂന, അതോടൊപ്പം അവർ വിശ്വസിക്കുന്നു ബിദാരിൽ ഹയാത്തി, ദാരിൽ ഹയാത്തി ബഅദൽ മൗത്ത്. ദാർ എന്നാണ് ഭവനം, ഹയാത്ത് ജീവിതം. ഒരു ജീവിക്കാനുള്ള ഒരു ഭവനത്തിൽ അവർ വിശ്വസിക്കുന്നു. ആ ഭവനം എപ്പോഴാണുള്ളത്? ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള. അപ്പോൾ മരണശേഷമുള്ള ഒരു പരലോകത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. വമാ ഫീഹ മിനൽ ഹിസാബി വൽ ജസാഇ, വമാ ഫീഹ, അതോടൊപ്പം അവർ വിശ്വസിക്കുന്നത് എന്തൊക്കെ കാര്യത്തിൽ? അവിടെയുള്ള മിനൽ ഹിസാബ്, വിചാരണയിലും, വൽ ജസാ, പ്രതിഫലത്തിലും. അപ്പോൾ ഇത്രയും എന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂലെ ഈ തഖ്വയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവരാരാണ്? അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ട കിതാബിലും സുന്നത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ആയത്ത് വളരെ ശക്തമായ തെളിവുകളിലൊന്നാണ്. സുന്നത്ത് തെളിവാണ്, പ്രമാണമാണ്. അതിലൊക്കെ അവർ വിശ്വസിക്കുന്നു. അതോടൊപ്പം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിലും അവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നബി അങ്ങേക്ക് അവതരിക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരലോകം ഉൾപ്പെട്ടില്ലേ? അല്ലേ? അങ്ങേക്ക് ഇറക്കപ്പെട്ടതിൽ വിശ്വസിച്ചു, ഖുർആനിലും സുന്നത്തിൽ വിശ്വസിച്ചു, അതിൽ പരലോകം ഉൾപ്പെട്ടില്ലേ? ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെന്തുകൊണ്ടാണ് പരലോകം വീണ്ടും ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത്? അത് ഊന്നി പറയാൻ വേണ്ടിയാണ്, അതിൻ്റെ ഗൗരവം പറയാൻ വേണ്ടിയാണ്.
അതിൻ്റെ പ്രാധാന്യം പറയാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നൊരു വിഷയമാണ് പരലോക വിശ്വാസം. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത്. അതാണ് പിന്നെ പറയുന്നത്. തസ്ദീഖൻ, അവരെങ്ങനെയാണ് ഇതിലൊക്കെ വിശ്വസിക്കുന്നത്? തസ്ദീഖൻ, അവരുടെ വിശ്വാസം ബി ഖുലൂബിഹിം, അവരുടെ ഹൃദയം കൊണ്ടാണ്. യദ്ഹറു അലാ അൽസിനതിഹിം വജവാരിഹിഹിം, ആ വിശ്വാസം യദ്ഹറു, ഇത് പ്രകടമാകുന്നു, അലാ അൽസിനതിഹിം, അവരുടെ നാവുകളിൽ, വജവാരിഹിഹിം, അവരുടെ അവയവങ്ങളിൽ. അപ്പോൾ അത് ഏതിൻ്റെ തഫ്സീറാണ്? എൻ്റെ തഫ്സീറാണ് അല്ല. ആ ആയത്തിൽ ഏത് ഭാഗത്തിൻ്റെ തഫ്സീറാണ്? യൂഖിനൂൻ എന്നതിൻ്റെ തഫ്സീറാണത്. അവർക്ക് യഖീനുണ്ട്. അത് യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢവിശ്വാസമുണ്ട്. അപ്പോൾ ഈ ദൃഢവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് സംശയമല്ല പരലോകം ഉണ്ടാവും എന്നുള്ളൊരു സംശയമല്ല. കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അവർ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. എനിക്കൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം അവരുടെ നാവിലും ശരീരാവയവങ്ങളിലും പ്രകടമായിട്ടുണ്ട്. വെറുതെ അങ്ങനെ പറഞ്ഞെടുക്കല്ല പരലോകം ഉണ്ടെന്ന്. പരലോകമുണ്ട് എന്നത് അവർക്ക് അത്ര ഉറപ്പുള്ള കാര്യമാണ്. ഏതുപോലെ അവർ സംസാരിക്കുന്നത്, അവർ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നത്, ഇതൊക്കെ എത്ര സത്യമാണോ അല്ല അതിനേക്കാൾ ശക്തമായി അവർക്ക് പരലോകം ഉണ്ടെന്നാണ് ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞേക്കണം. അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനേക്കാൾ ശക്തമായ വിശ്വാസമാണ് അവർക്ക് പരലോകത്തിൻ്റെ കാര്യത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളിലുള്ള അവരുടെ വിശ്വാസം സ്വന്തം കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളിലുള്ള വിശ്വാസത്തെക്കാൾ ശക്തമാണ്. കാരണം കണ്ണ് ചിലപ്പോൾ ചിലത് കാണിച്ചു തരും, പക്ഷേ ചിലപ്പോൾ അത് ശരിക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലേ? നമ്മൾ ദൂരത്ത് മരുഭൂമിയിലൊക്കെ ഉണ്ട് മരീചികകൾ, കണ്ണിൽ കാണുമ്പോൾ ദൂരെ തടാകമുണ്ട്, വെള്ളമുണ്ട് എന്ന് തോന്നിച്ചേക്കാം, പക്ഷേ ശരിക്കും വെള്ളം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ദൂരെയുള്ള കാഴ്ചകൾ ചിലത് കാണുന്നത് ചിലപ്പോൾ അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. കണ്ണ് ചിലപ്പോൾ വഞ്ചിച്ചേക്കാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഒരിക്കലും വഞ്ചിക്കുകയില്ല. അത് പരിപൂർണ സത്യമാണ്. ഒരിക്കലും അതിൽ അബദ്ധം കയറി വരികയില്ല. അവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലുള്ള വിശ്വാസം അവരുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യത്തിലുള്ളതിനേക്കാൾ ശക്തമാണ്. ഇനി നിങ്ങൾ ഈ പറഞ്ഞ വിശ്വാസം നമുക്കുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ കളവ് പറഞ്ഞാൽ ഇത്ര ശിക്ഷയുണ്ട്, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. സംസ്കാരത്തിൽ ഇങ്ങനെ ആയാൽ ഇങ്ങനെ എത്ര ശിക്ഷയുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സമ്പൂർണമായ യഖീനോടുകൂടി ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അതിനനുസരിച്ച് മാറുമായിരുന്നു. യഖീൻ എന്നത് പറയാൻ എളുപ്പമുള്ള, എന്നാൽ തേടിപ്പിടിക്കാൻ അധികം ശ്രമിക്കേണ്ട കാര്യമാണ്. ഞാൻ ചോദിക്കാം നിങ്ങളോട്, മറ്റേ റോട്ടിലേക്ക് ഇവിടെ ഇറങ്ങിയാൽ ഇവിടെ ക്യാമറ ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഇടാതെ ഓടിച്ചു കഴിഞ്ഞാൽ 200 രൂപ ഫൈൻ കിട്ടും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അതിനു വേണ്ടി ഒരു റിസ്ക് എടുക്കുമോ? 200 രൂപ ഫൈനൽ എന്നാരെങ്കിലും പറയും? ഉറപ്പാണ്. 200 റിയാൽ ഫൈന് അത് എത്ര ചെറുതാണെങ്കിലും ഇനി എത്ര വലുതാണെങ്കിലും അത് ശ്രദ്ധിക്കും, ഓർമ്മയോടുകൂടി ബെൽറ്റ് ഇടും, ഇതൊക്കെ ചെയ്യും. അങ്ങനെ എന്താണ് അറിയാം, ഫൈന് വരും, ഉറപ്പാണ്. എന്നാൽ ശിക്ഷകളുടെ കാര്യത്തിൽ അള്ളാഹു താക്കീത് നൽകിയ ശിക്ഷകളുടെ കാര്യത്തിലോ നമ്മുടെ അവസ്ഥ എന്താ? ശിക്ഷ നമ്മളെ ബാധിക്കുമെന്ന് അറിഞ്ഞിട്ടും എത്ര തിന്മകളിലാണ് നമ്മൾ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പ്രവേശിക്കുന്നത്. നമ്മുടെ യഖീൻ എത്രയുണ്ട് എന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. സഹാബികൾക്കിതുണ്ടായിരുന്നു. അവരിത് കണ്ണിൽ കാണുന്നത് പോലെ വിശ്വസിച്ചിരുന്നു അല്ലേ? 70 ഇരട്ടിയാണ് നരകത്തിലെ ചൂടിൻ്റെ കാഠിന്യം എന്ന ഹദീസിൽ അവരെന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലെ, ഒരു ഇവിടെയുള്ള തീയ തന്നെ മതിയായതാണല്ലോ, 70 ഇരട്ടി. അവർക്കത് വലിയ പേടിയുണ്ടാക്കി. നമ്മളെത്ര കാലമായിട്ടത് കേൾക്കുന്നത്? അത് വരുമ്പോൾ കാണാമെന്ന കാഴ്ചപ്പാടിലാണ് ചില ആളുകളെങ്കിലുള്ളത്. സഹാബികൾ നോക്കൂ, യുദ്ധത്തിന് ഇറങ്ങുന്ന സമയത്ത് അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ചിലരോട് പറഞ്ഞതാ, ഇതിൻ്റെ അപ്പുറത്ത് സ്വർഗമുണ്ട്, സ്വർഗമാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ കൂട്ടത്തിൽ ഒരാൾ ശബ്ദമുണ്ടാക്കുന്നു, ബഖീൻ ബഖീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് നീ ശബ്ദമുണ്ടാക്കിയത്?
അദ്ദേഹം വായിലുണ്ടായിരുന്ന ഈത്തപ്പഴം തുപ്പിയതാണ് പുറത്തേക്ക്. സ്വർഗം തൊട്ടപ്പുറത്തുണ്ടെങ്കിൽ അതിനിടയിൽ തടസ്സമായി ഈ ഈത്തപ്പഴം നിൽക്കാൻ പാടില്ല. എൻ്റെ സ്വർഗപ്രവേശനത്തിലുള്ള തടസ്സം ഇതാണെങ്കിൽ ഇത് വേണ്ടതില്ല. അവർ സ്വർഗം അങ്ങനെ കാണണം, തൊട്ടപ്പുറത്തുണ്ട് എന്നുള്ളത്. അവർക്കത് നൽകിയ തിരിച്ചറിവ് അതായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ കൈ ചില സന്ദർഭങ്ങളിൽ ചൂടുള്ള തീയിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പറയും, എങ്ങനെയുണ്ട് ഉമർ, നിനക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എങ്കിൽ ഇതിനേക്കാൾ 70 ഇരട്ടി ചൂടുള്ള നരകമുണ്ട്, അത് നിനക്ക് സഹിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കാരണം അവർക്ക് ബോധ്യമുണ്ടായിരുന്നു ഇത് വരാനുള്ള കാര്യമാണ്. അടുത്ത നിമിഷത്തിൽ മരണപ്പെട്ടാൽ പരലോകമുണ്ട് എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. യഖീൻ എന്നത് ഒരാൾക്ക് നേടിപ്പിടിക്കാവുന്ന ഏറ്റവും ഉന്നതമായ പദവികളിൽപ്പെട്ടതാണ്. ഉറച്ച വിശ്വാസം എന്നത് എന്തു വന്നാലും ഒരു നിലക്കും ഇളകാത്ത വിശ്വാസം ഉണ്ടാവുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളിൽ, അള്ളാഹുവിൻ്റെ കലാമുകളിൽ ഉറച്ച വിശ്വാസമുണ്ട്. ഇതാണ് സത്യം. ഫമാദ ബഅദൽ ഹഖ് ഇല്ല ദലാൽ. ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ ഇതിനപ്പുറത്തിന് സത്യമില്ല, ഇതാണ് ഹക്ക്, ഇതിനപ്പുറത്തുള്ള ദലാലത്താണ്, സത്യത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഇനി ബാക്കിയുള്ളതില്ല. അതാണ് യഖീൻ. അങ്ങനെ ചില ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളൂ. കിട്ടാന്നുള്ളത് വലിയ കാര്യമാണ്. ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ ഇനി അതിൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതില്ലാത്ത ആളുകളായിരുന്നു ബനൂ ഇസ്രാഈലുകാർ. അതുകൊണ്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് എന്തു പറഞ്ഞത്, അത്ഭുതം കാണിച്ചു തരാൻ പറഞ്ഞത്. ചില ആളുകൾ പറഞ്ഞു, ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറതൻ, അള്ളാഹുവിനെ നേരിൽ കാണുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന ധിക്കാരം അവർ ചില ആളുകൾ പറഞ്ഞു. അത് യഖീനില്ലാണ്ടായിരുന്നു. നസാറാക്കൾ അതേപോലെ പറഞ്ഞു, ഞങ്ങൾക്കൊരു തളിക ഇറക്കി തരണം വിശ്വസിക്കണമെങ്കിൽ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ സംഭവം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞതായി കാണാം, സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ചോദിക്കുന്നത് കാണാനേ പറ്റില്ല, അത്ഭുത സംഭവങ്ങൾ കാണിച്ചു തരാൻ. അവർ വിശ്വാസത്തിലായിരുന്നു. അതുകൊണ്ടാണ് അവരിൽ ചില ആളുകൾ ബദറിൽ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുമായി കൂടിയാലോചന നടത്തിയപ്പോൾ അവർ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂലെ, ബനൂ ഇസ്രാഈലുകാർ മൂസയോട് പറഞ്ഞ വാക്ക് ഞങ്ങൾ പറയുകയില്ല. എന്താ മൂസയോട് അവർ പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുന ഖാഇദൂൻ. നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്തേക്ക്, ഞങ്ങളിവിടെ ഇരിക്കും. അത് ഞങ്ങൾ പറയില്ല. മറിച്ച് ഞങ്ങൾ പറയുന്നു, ഇദ്ഹബു അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകുമ മുഖാതിലൂൻ. ഞങ്ങൾ പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങും അങ്ങയുടെ റബ്ബും യുദ്ധത്തിനായി മുന്നോട്ട് പോവുക, ഞങ്ങൾ നിങ്ങളോടൊപ്പം യുദ്ധത്തിലുണ്ട്, യുദ്ധം ചെയ്തുകൊണ്ട് പിറകിലുണ്ട്. ചില സഹാബികൾ എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികൾ അവിടുത്തെ സഹായിക്കുമോ എന്ന സംശയം കണ്ടപ്പോൾ അവിടുന്ന് വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു, നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാവില്ലേ? അൻസാരികൾ ചിലർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ബർക്കുൽ ഗിമാദിലേക്ക്, സമുദ്രത്തിലേക്ക് നിങ്ങൾ ഞങ്ങളെ നയിച്ചാൽ, എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും. ഞങ്ങൾ ഒരാൾ പോലും പിറകോട്ട് നിൽക്കരുത്. സമുദ്രത്തിൻ്റെ അടിയിലേക്കാണ് വിളിക്കുന്നതെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകണം. പക്ഷേ സമുദ്രത്തിൻ്റെ മുന്നിൽ പോയപ്പോൾ ബനൂ ഇസ്രായേലിയർ പറഞ്ഞാൽ എന്താ, മൂസ നീ എവിടേക്കാണ് ഈ കൊണ്ടുവന്ന് ഞങ്ങളെ? വന്നത് മുതൽ പരീക്ഷണങ്ങളാണ്. സമുദ്രം മുന്നിൽ, ഫിർഔൻ ഇതാ ബാക്കിൽ, ഇനി എങ്ങോട്ടാണ്? സഹാബികൾ പറഞ്ഞാൽ അതല്ല, സമുദ്രത്തിലേക്കാണ് വിളിക്കുന്നതെങ്കിൽ നബിയെ ഞങ്ങൾ ചോദിക്കുകയില്ല, പിറകിലുണ്ടാവും. അതാണ് യഖീൻ, ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാനിവിടെ പറഞ്ഞു, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്ന് പറഞ്ഞത്. ഇത്ര നിസ്സാരമായി നമ്മൾ വായിച്ചു പോകുന്നൊരു ആയത്താണിത്. പക്ഷേ ഈ യഖീൻ എങ്ങനെയാണ് യഖീൻ നേടിപ്പിടിക്കുക? പഠിച്ചുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ വായിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടും പഠിച്ചുകൊണ്ടും കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഹക്ക് കണ്ണിൽ കാണുന്നത് പോലെ വിശ്വസിക്കുക എന്നുള്ളതാണ്. കണ്ണിൽ കാണുന്നത് പോലെ, അള്ളാഹുവിൻ്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ കണ്ണിൽ കാണുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായി. അവൻ്റെ വിശ്വാസത്തിന് എന്ത് വേണ്ടി വരില്ല? ഒരു അത്ഭുത കാഴ്ചകളുടെ ആവശ്യമില്ല, നമുക്കൊരു അത്ഭുതം ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് മതി, അത് നമുക്ക് മതിയായതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇത് അറിയിച്ചു തന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കാനുള്ള ഏറ്റവും വലിയ കാരണം. അപ്പോൾ അവരുടെ വിശ്വാസം അവരുടെ ഖൽബിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് അവരുടെ നാവിലും ശരീരത്തിലും കാണാനുണ്ട്. നമുക്കുണ്ടായിരിക്കണം.
നാവിലും ശരീരത്തിലും വിശ്വാസം പ്രകടമാകണം. വഖസ്സ യൗമൽ ആഖിറതി ബിദ്ദിക്ർ, അല്ലെങ്കിൽ വഖുസ്സ യൗമുൽ ആഖിറതി ബിദ്ദിക്ർ, അങ്ങനെയും പറയാം, രണ്ട് രൂപത്തിൽ പറയാം. ഖസ്സ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖസ്സ, അത് പ്രത്യേകമാക്കി പറഞ്ഞു. എന്ത് പ്രത്യേകം? യൗമൽ ആഖിറ, പരലോക വിശ്വാസത്തെ അള്ളാഹു പ്രത്യേകമാക്കി പറഞ്ഞു. ബിദ്ദിക്ർ എന്ന് പറഞ്ഞാൽ പ്രത്യേകം സ്മരിച്ചു. ഇവിടെ അള്ളാഹു പരലോകത്തെക്കുറിച്ച് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. അല്ലെങ്കിൽ പറയാം വഖുസ്സ യൗമുൽ ആഖിറതി ബിദ്ദിക്ർ, പരലോകം ഇവിടെ പ്രത്യേകമായി സ്മരിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ലിഅന്നൽ ഈമാന ബിഹി, കാരണം അതിലുള്ള വിശ്വാസം, ലിഅന്ന കാരണം, അൽ ഈമാന ബിഹി അതിലുള്ള വിശ്വാസം, മിൻ അഅ്ദമിൽ ബവാഇസ്, ബാഇസ് എന്നാണ് ബഅസ, നിയോഗിച്ചു എന്നല്ലേ. ലിഅന്നഹു മിൻ അഅ്ദമിൽ ബവാഇസ്, അത് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മുന്നോട്ട് നയിക്കുന്ന, തള്ളിവിടുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്, ഏറ്റവും ശക്തമായ കാരണങ്ങളിൽപ്പെട്ടതാണ്. എന്തിനുള്ള? അലാ ഫിഅലി ത്വാഅത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ, നന്മ ചെയ്യാനുള്ള ഏറ്റവും ശക്തമായ കാരണങ്ങളിൽപ്പെട്ടതാണ് പരലോകത്തുള്ള വിശ്വാസം. നന്മയിലേക്ക് നമ്മൾ തള്ളിവിടുന്ന പ്രധാന കാരണങ്ങളിൽപ്പെട്ടതാണ്. ഇജ്തിനാബിൽ മുഹറമാത്ത്, ഇജ്തിനാബ് അകറ്റി നിർത്തുക, അൽ മുഹറമാത്ത് ഹറാമുകളെ അകറ്റി നിർത്താനുള്ള ഏറ്റവും ശക്തമായ പ്രേരക ശക്തിയാണ് പരലോക വിശ്വാസം. വ മുഹാസബത്തിൻ നഫ്സ്, അതുപോലെ തന്നെ സ്വന്തത്തെ വിചാരണ ചെയ്യാനുള്ള ഏറ്റവും ശക്തമായ കാരണം ഇതാണ്, ഈ പരലോകമാണ്. ഇതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യൻ സ്വയം പേടിച്ച് തടഞ്ഞു വെക്കുന്നത്. 5-ാമത്തെ ആയത്ത്, ഈ ആയത്തോടു കൂടി മുത്തഖീങ്ങളുടെ വിശേഷണം അള്ളാഹു പൂർത്തീകരിക്കാൻ. അള്ളാഹു പറയണം ഉലായിക അലാ ഹുദൻ മിർ റബ്ബിഹിം, അവരാകുന്നു അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗത്തിൽ നിലകൊള്ളുന്നത്. തഫ്സീറിൽ എന്താ പറയുന്നത്? അസ്ഹാബു ഹാദിഹി സിഫാത്ത്, ഈ പറഞ്ഞ വിശേഷണങ്ങളുള്ളവർ, സിഫാത്ത് തന്നെ വിശേഷണങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ, ഈ പറഞ്ഞ ഗുണങ്ങളുള്ളവർ, അലാ നൂരിൻ മിർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പ്രകാശത്തിന്മേലാണ്. അതായത് ഖുർആനിലും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബിതൗഫീഖിൻ മിൻ ഖാലിഖിഹിം വഹാദിഹിം, അതോടൊപ്പം അവരുടെ സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖിലാണ്. തൗഫീഖ് തന്നെ എന്താ തൗഫീഖ് തന്നെ? ഒരു കാര്യത്തിലേക്ക് അള്ളാഹു വഴിയൊരുക്കുക, എളുപ്പമായി കൊടുക്കുക, തൈസീർ ചെയ്തു കൊടുക്കുക. അത് തൗഫീഖാണ് എല്ലാ നന്മകളുടെയും ആദ്യത്തെ അവസാനത്തെ കാരണം. തൗഫീഖാണ്, അള്ളാഹു തൗഫീഖ് ചെയ്യുക എന്നുള്ളതാണ്. ഹെർമാനോ, അതെ ഹെർമാൻ തന്നെ അള്ളാഹു എല്ലാ നന്മകളിൽ നിന്നും തടഞ്ഞു വെക്കുക തന്നെ. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ മുനാഫിഖീങ്ങളെ യുദ്ധത്തിൽ നിന്ന് പുറകോട്ട് ഇരുത്തിയപ്പോൾ അള്ളാഹു പറഞ്ഞ വാക്ക് എന്താ? ഫസബ്ബതഹും, അള്ളാഹു അവരെ അവിടെ ഇരുത്തിക്കളഞ്ഞു. യുദ്ധത്തിന് പുറപ്പെടാതെ വീട്ടിൽ തന്നെ ഇരുത്തിക്കളഞ്ഞു. നന്മകളിൽ നിന്ന് പുറകോട്ടടിക്കുക, തൗഫീഖ് എന്ന് പറഞ്ഞാലോ നന്മകളിലേക്ക് വരാനുള്ള വഴി അള്ളാഹു തുറന്നു തരാം, ഓരോന്നോരോന്നായിട്ട്. അപ്പം ഈ ആളുകൾ ഇവർ എങ്ങനെയാണ്? ഇവർ അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്മേലാണ് നിലകൊള്ളുന്നത്, അതോടൊപ്പം അവൻ്റെ തൗഫീഖിലാണ് ഇവർ നിലകൊള്ളുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കൂ, ഹിദായത്തും സന്മാർഗവും ഒരിക്കലും അള്ളാഹു എന്ത് ചെയ്തില്ല, ജനങ്ങളുടെ കയ്യിലല്ല പറഞ്ഞത്, റബ്ബിൻ്റെ കയ്യിലാണ് പറഞ്ഞത്. അലാ ഹുദൻ മിർ റബ്ബിഹിം, റബ്ബിൻ്റെ പക്കൽ നിന്നാണ് ഹിദായത്ത് ഉണ്ടായത്. അപ്പോൾ ഒരു കാരണവശാലും ഒരു ചെറിയ നന്മയുടെ കാര്യത്തിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല, തമന്നൂൻ കാണിക്കരുത്. എന്താ തമന്നൂൻ എന്നാണ്? ഞാൻ വലിയ എന്തോ ചെയ്തു എന്ന ചിന്ത വരരുത്. ഒരു കാരണവശാലും ഒരു ചെറിയ നന്മയാകട്ടെ വലുതാകട്ടെ, ഇതൊക്കെ അള്ളാഹു ചെയ്തു തന്ന ഔദാര്യമാണ്, അല്ലാതെ നമ്മുടെ കഴിവല്ല. വഹുമുൽ ഫായിസൂന അല്ലദീന അദ്റകൂ മാ തലബൂ വനജൗ മിൻ ശർരി മാ ഹറമൂ. നോക്കൂ, ഖുർആനിൽ എവിടെയൊക്കെ നിങ്ങൾ ഖദ് അഫ്ലഹ മൻ സക്കാ, അതുപോലെ മുഫ്ലിഹൂൻ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് നിങ്ങൾ കാണുന്നു, അതിൻ്റെ വിശദീകരണമാണ് ഇനി പറയുന്നത്. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലപ്പോഴും നമ്മൾ ഈ പരിഭാഷകൾ, കേവല പരിഭാഷകളിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ കാര്യം ഉദ്ദേശം ശരിക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളത്. എന്താ ഹുമുൽ മുഫ്ലിഹൂൻ? ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞാൽ അവരാണ് വിജയികൾ. എന്താ അതിൻ്റെ അർത്ഥം? വിജയി എന്നുള്ള പദവും അതിൻ്റെ ഉദ്ദേശമൊക്കെ നമുക്കറിയാം, പക്ഷെ എന്താ അതിൻ്റെ ഉദ്ദേശം എന്നോട് പറയും. വഹുമുൽ ഫായിസൂൻ, അവരാണ് വിജയിച്ചടക്കിയവർ. എന്താണ് അവർക്ക് വിജയം? എന്താ വിജയം എന്ന് പറഞ്ഞാൽ അല്ലദീന അദ്റകൂ മാ തലബൂ, അവർ അന്വേഷിച്ചു കൊണ്ടിരുന്നത് അവർ നേടിപ്പിടിച്ചു, അതാണ് വിജയം.
അവർ അന്വേഷിച്ചിരുന്ന കാര്യം الذين أدركوا ما طلبوا അവർ അദ്റക്കു കണ്ടെത്തി മാ തലബു അവർ അന്വേഷിച്ചു കൊണ്ടിരുന്നത് അവർ കണ്ടെത്തി. എന്താ അവർ അന്വേഷിച്ചത്? എന്താ നീ അന്വേഷിക്കുന്നത്? എന്താ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന് സ്വർഗമാണ്, രണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്, അള്ളാഹുവിൻ്റെ തിരുവാദനം കാണാനുള്ള. അവർ അന്വേഷിച്ചു കൊണ്ടിരുന്നത് അവർ കണ്ടെത്തി, അതവർക്ക് കിട്ടി. അതാണ് ഫലാഹ്, അതാണ് വിജയം. അതാണ് വിജയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. ലദീന അദ്റകൂ മാ തലബ്, അന്വേഷിച്ചത് അവർക്ക് കിട്ടി. വനജൗ മിൻ ശർരി മാ മിൻഹു ഹറബു, വനജൗ രക്ഷപ്പെട്ടു. മിൻ ശർരി മാ മിൻഹു ഹറബു, ഏതൊരു ഉപദ്രവത്തിൽ നിന്നും ഭയപ്പാടിൽ നിന്നുമാണോ ഹറബ എന്നാണ് ഓടിക്കൊണ്ടിരുന്നത്, ഏത് ഉപദ്രവത്തിൽ നിന്നാണോ അവർ ഓടിയിരുന്നത് ആ ഉപദ്രവത്തിൽ നിന്ന് നജൗ അവർ രക്ഷപ്പെട്ടു. ഇതാണ് വിജയം. ഫലാഹ് എന്ന് ഖുർആനിൽ പറയുന്നില്ല. എന്തായി പറയുന്നത്? ഇദ്റാക് മാ തലബ്തഹു വന്നജാതു മിമ്മ ഹറബ്ത മിൻ, നീ തേടിക്കൊണ്ടിരുന്നത് നിനക്ക് ലഭിക്കുക, നീ പേടിച്ചുകൊണ്ടിരുന്നത് നിനക്ക് അതിന് രക്ഷപ്പെടാൻ സാധിക്കും. എന്താ പേടിക്കുന്നത്? നരകം, അള്ളാഹുവിൻ്റെ കോപം, അതിനോടൊപ്പമുള്ള മറ്റ് ശിക്ഷകൾ. ഉദാഹരണത്തിന് നീ ആളുകൾക്ക് മുൻപിൽ നാണം കെടുക, വഷളാവുക, ഇതൊക്കെ. നോക്കൂ, മുഅ്മിനീങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചപ്പോൾ, സ്വർഗം ആഗ്രഹിച്ചപ്പോൾ അവർ ഉദ്ദേശിച്ചതൊക്കെ അവർക്ക് കിട്ടി. സ്വർഗം കിട്ടി, പരലോകത്ത് രക്ഷപ്പെട്ടു. അതോടൊപ്പം ജനങ്ങളുടെ മുൻപിൽ അവരെങ്ങനെ തിരിച്ചു വരുന്നത്? അവരുടെ കിതാബുമായിട്ട്. ഒരു കിതാബ് കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയും ഹാ ഉഖ്റഉ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഐശത്തി റാദിയ. അയാൾ തൻ്റെ കിതാബ് കയ്യിൽ കിട്ടിയാൽ അയാൾ പറയും ഹാ ഉഖ്റഉ കിതാബിയ, എൻ്റെ കിതാബ് നിങ്ങൾ വായിച്ചോളൂ. ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, എനിക്കൊരു വിചാരണയുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അയാളെ കിതാബ്, ആ കിതാബിൽ അയാളുടെ തിന്മകൾ മായ്ച്ചളയുന്നതാണ്. അതുകൊണ്ടാണ് ഇയാൾ കിതാബ് ഇത്ര ധൈര്യത്തിൽ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഏത് മനുഷ്യനും തിന്മ ഉണ്ട്, പക്ഷെ അള്ളാഹ് അത് മായ്ച്ചളഞ്ഞിട്ടുണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് ഇയാൾ ഈ കിതാബ് എടുത്ത് വായിച്ചു എന്ന് പറയുന്നത്. കാരണം അതിൽ തിന്മയില്ല. എന്നാൽ നേരെ വിപരീതാവസ്ഥയിലുള്ളവൻ്റെ അവസ്ഥ എന്താണ്? ഹലക അന്നി സുൽത്താനിയ, എൻ്റെ അധികാരം എനിക്ക് നഷ്ടമായി പോയി, ഒരു ഉപകാരം ഉണ്ടായില്ല. മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, എൻ്റെ സമ്പാദ്യം എനിക്ക് ഉപകാരപ്പെട്ടില്ല, എൻ്റെ അധികാരം എനിക്ക് പ്രയോജനം ചെയ്തില്ല. അതാണ് അവൻ്റെ അവസ്ഥ. യാ ഹസ്റതന അലാ മാ ഫറത്ന ഫീ ജംബില്ലാഹ്, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വരുത്തിയ വീഴ്ച എത്ര വലുതായിരുന്നു, എന്താണ് ഞങ്ങളുടെ നിരാശയുടെ അവസ്ഥ. നോക്കൂ, അള്ളാഹുവിനെ അല്ലാതെ ഉദ്ദേശിച്ചവൻ്റെ കാര്യം കഷ്ടത്തിലാണ്. ഹദീസിൽ വന്ന് മൻ സമ്മഅഹുല്ലാഹ്, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ കാണിക്കാനും കേൾപ്പിക്കാനും വേണ്ടി ചെയ്താൽ അള്ളാഹുവിനെ വഷളാക്കുന്നതാണ്. നമുക്ക് ഹദീസുകൾ ഇങ്ങനെ എടുത്തു നോക്കി കാണാം. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പലതിലും ഇനി വരാൻ പോകുന്നതാണ്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, എന്താണോ നിൻ്റെ പ്രവർത്തനം അതിൻ്റെ തോതനുസരിച്ച്, അതിൻ്റെ കോലമനുസരിച്ചായിരിക്കും നിനക്കുള്ള പ്രതിഫലം. കിബ്ർ കാണിച്ചവൻ പരലോകത്ത് എങ്ങനെ വരുന്നത്? ഖദ്ദർ, ഉറുമ്പിൻ്റെ കോലത്തിലായിരിക്കുന്ന. അവൻ ആളുകളുടെ മുകളിൽ തലക്കനം പിടിച്ച് നടന്നതാണ്. അപ്പോൾ പരലോകത്തെത്തുമ്പോൾ ഇവന് ഉറുമ്പിൻ്റെ കോലത്തിലായിരിക്കുന്നത്. ഇവനെ ആൾക്കാർ ചവിട്ടിക്കൊണ്ടിരിക്കും. എല്ലാ ഭാഗത്തുനിന്നും അവന് അപമാനം പൊതിയുന്നതാണ്. അഹങ്കാരം ഉദ്ദേശിച്ചവന് നേരെ ഓപ്പോസിറ്റാണ് കിട്ടുക. പരലോകത്ത് രക്ഷപ്പെടണോ? ഇതാണ് വഴി. നോക്കൂ, ഈ പറഞ്ഞതിൽ സുബ്ഹാനല്ലാഹ് ഈ 5 ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ തഖ്വയുടെ തഫ്സീർ ഇതിലുണ്ട്. തൽഖ് ഇബ്നു ഹബീബിൻ്റെ തഫ്സീർ. തഖ്വ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു തഅമല ബിതാഅത്തില്ലാഹ് അലാ നൂറിൻ മിനല്ലാഹ് റജാഅ സവാബില്ലാഹ്. ഉണ്ട് ഇതിൽ. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക. എവിടെ അതുള്ളത്? ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയഖീമൂന സ്വലാ
മിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ. അതാണ് തഅമല ബിതാഅത്തില്ലാ, നീ അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ അനുസരിക്കൽ എങ്ങനെയാണ്? അള്ളാഹ് പറഞ്ഞ് വിശ്വസിക്കുക, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അല്ലേ? എന്നോട് പറഞ്ഞ് അലാ നൂറിൻ മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതെവിടെയുള്ളത്? അല്ലദീന യുമിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവർ വിശ്വസിച്ചിരിക്കുന്നു. അതായത് കിതാബ് സുന്നത്തുമാണ് അവർ അതിന് അവലംബമാക്കുന്നത്. അവരുടെ വിശ്വാസം ഖുർആൻ സുന്നത്തിലാണ്. റജാഅ സവാബില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എവിടെയുള്ളത്? വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. സുബ്ഹാനല്ലാഹ്, തഖ്വ അതിലുണ്ട്. നേരെ തിരിച്ചുള്ള കാര്യം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം, അൻ തത്റുക ഔ അൻ തജ്തനിബ മഅസിയത്തല്ലാഹ് ഖീഫത ഇഖാബില്ലാഹ് അലാ നൂരി മിൻ അല്ലാഹ്. ഇവിടെ അല്ലദീന യുമിനൂന ബിമാ, അതുകൂടി പറഞ്ഞു നിർത്തുക. അല്ലദീന യുമിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിടത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുക. ഈ വിശ്വാസത്തിന് വിരുദ്ധമാകുന്ന രണ്ട് പാതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ നിഷേധിക്കുക എന്നത്, അത് രണ്ട് രൂപത്തിലാണ്. ഒന്നല്ലെങ്കിൽ ജുഹൂദിൻ്റെ വഴിയാണ്, നിഷേധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാലും അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയാം, നേർക്ക് നേരെ. അത് കടുത്ത നിഷേധമാണ്. അത് ഏത് കാര്യത്തിലും ആവാം, വിശ്വാസ കാര്യങ്ങളിലാവാം, പ്രവർത്തനങ്ങളിലോ ഇടപാടുകളിലോ ഒക്കെ ആവും. ഇതിലെനിക്ക് പറ്റില്ല, അതിലെനിക്ക് പറ്റില്ല. ഇന്ന് ആളുകൾ പറയുന്നത് പോലെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഉദാഹരണത്തിന് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ പറ്റില്ല, അതിൽ പറ്റില്ല. ഇങ്ങനെ നേർക്ക് നേരെ നിഷേധം പറയാം. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു, ഏത് കാര്യത്തിലാണെങ്കിലും സ്വീകരിക്കൽ നിർബന്ധമാണ്. ഏതു കാര്യത്തിലാണെങ്കിലും അത് നിഷേധിക്കാൻ പാടില്ല, തള്ളിക്കളയാൻ പാടില്ല. ഇത് കുഫ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ സഹാബികൾ അതിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു മനുഷ്യൻ സ്വർണത്തിൻ്റെ ഒരു മോതിരം കയ്യിൽ ധരിച്ചത് കണ്ടപ്പോൾ അവിടുന്ന് അയാളുടെ അടുത്ത് വന്നിട്ട് ആ മോതിരം കയ്യിൽ നിന്ന് ഊരി വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ചില ആളുകൾ നരകത്തിൽ നിന്നുള്ളൊരു വളയം എടുത്താണ് അവൻ്റെ കയ്യിൽ അണിയുന്നത്. അവിടുന്ന് പറഞ്ഞിട്ട് നടന്നുപോയി. സഹാബികൾ ചിലർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്താൽ മോതിരം എടുത്തിട്ട്, ചില അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ചിലർ പറഞ്ഞു, ഞാൻ മോതിരം എടുത്തിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചോ, ഉരുക്കിയിട്ടോ മറ്റോ, നിനക്ക് വേറെ എന്തെങ്കിലും സ്വർണ്ണമാണ്, വില കൂടിയതാണ്. അയാൾ പറഞ്ഞു, സഹാബി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചെറിഞ്ഞൊരു കാര്യം ഞാൻ ഇനി കൈകൊണ്ടെടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് സ്വതക്കയാണ്. അല്ല, സ്വർണ്ണം പാഴാക്കി എന്നല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് അത് സ്വതക്കയാണ്. നമുക്ക് അവരുടെ അനുസരണത്തിൻ്റെ ശൈലി അതായിരുന്നു. സഹാബി വനിതകളെക്കുറിച്ച് ആയിഷ ബീവി പറഞ്ഞു നോക്കൂ, റഹിമല്ലാഹു നിസാ അൽ മുഹാജിറാത്ത്, മുഹാജിറകളായ സ്ത്രീകൾ അള്ളാഹു അവരോട് കരുണ ചൊരിയട്ടെ. അവരോട് അള്ളാഹു ഹിജാബ് അവരുടെ ശരീരത്തിലൂടെ വലിച്ചിടാൻ പറഞ്ഞു. ഫശഖഖ്ന മുറൂതഹുന്ന ഫഖ്തമർന ബിഹ, അപ്പോൾ അവർക്ക് കയ്യിൽ വസ്ത്രമില്ലായിരുന്നു, ദരിദ്രരായിരുന്നു. ഫശഖഖ്ന മുറൂതഹുൻ, അപ്പോൾ അവരവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വിരിപ്പുകൾ കീറി, എന്നിട്ട് അതുകൊണ്ട് അവരുടെ ശരീരം മൂടി. യാ സുബ്ഹാനല്ലാഹ്, എത്ര പരിപൂർണമായ അനുസരണമാണ് അവർ കാണിച്ചു നോക്കൂ നിങ്ങൾ. അവരാരും വന്ന് പറഞ്ഞില്ല, നബി ഞങ്ങൾക്ക് വസ്ത്രമില്ല, എവിടുന്ന് പോയിട്ട് പുതുക്കാൻ. അവർ നേരെ അനുസരിച്ചു. ഇതാണ് ഇത്തിബാ, ഇതാണ് ഈമാൻ. അങ്ങനെ അനുസരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നേരെ തിരിച്ച്, നേരെ തിരിച്ച് അള്ളാഹു റസൂൽ പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ നിഷേധിക്കുക. എനിക്ക് പറ്റില്ല, വസ്ത്രമാണ്, ഇതൊക്കെ എൻ്റെ പ്രൈവറ്റ് കാര്യങ്ങളാണ്, അതിലൊന്നും മതം ഇടപെടാൻ പാടില്ല. മുസ്ലിം ആണെങ്കിൽ എൻ്റെ തലമുടി മുതൽ കാൽ വിരൽ വരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കൽ ബാധ്യതയാണ്. അവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. ഇപ്പോൾ ജുഹൂദാണ് നിഷേധത്തിൻ്റെ ഒരു വഴി. രണ്ടാമത്തെ വഴി കുതന്ത്രത്തിൻ്റെ വഴിയാണ്. നേരെ നിഷേധിക്കാതെ തഅ്വീൽ സ്വീകരിക്കുക എന്നുള്ളത്, വ്യാഖ്യാനിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉദ്ദേശത്തെ തകിടം മറിക്കുക. അത് ചില നിലക്ക് നോക്കിയാൽ നേരത്തെ പറഞ്ഞതിനേക്കാൾ അപകടകരമാണ്. ചില നിലക്ക് നോക്കിയാൽ
അങ്ങനെ ഒരാൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂൽ ഉദ്ദേശം ഇതാണെന്ന് മനസ്സിലായിട്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുക, അവനതിനെ നേരെ വ്യാഖ്യാനിച്ച് വേറെ അർത്ഥത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അത് അതീവ ഗുരുതരമായ കാര്യമാണ്. ഒരു മനുഷ്യന് അവനവൻ്റെ സ്വന്തം വാക്കിനോട് ആൾക്കാരത് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ഞാനൊരു കാര്യം പറയാം, നിങ്ങളിങ്ങനെ ചെയ്യണം, എന്നിട്ട് നാളെ വന്നിട്ട് നിങ്ങൾ പറയാം നിങ്ങൾ ഉദ്ദേശിച്ച് ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാക്കിനെ മൊത്തത്തിൽ ഇല്ലാതെയാക്കി. ഞാൻ പറഞ്ഞു അർത്ഥം ഉദ്ദേശിച്ചതായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രൂപത്തിലേക്ക്. സാധാരണക്കാരന് അത്തരം പ്രവൃത്തിയോട് എന്തായിരിക്കും, എത്ര ദേഷ്യം ഉണ്ടായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അവിടുന്ന് എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അങ്ങനെ വിശ്വസിക്കുക. അത് എങ്ങനെയാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടോ അങ്ങനെ തന്നെ വിശ്വസിച്ചോളാം. നിനക്ക് ബോധ്യപ്പെട്ടാൽ, സലാസം ഇങ്ങനെയാണ് പറഞ്ഞത്, ബോധ്യപ്പെട്ടാൽ പിന്നെ നീ വ്യാഖ്യാനിക്കാൻ നിൽക്കരുത്. നിഷേധത്തിൻ്റെ 2 കോലങ്ങളാണിത്. ഒന്ന് തഅതീൽ ഇൽ ജുഹൂദ്, 2 തഅതീൽ തഅവീൽ. തഅവീൽ കൊണ്ടുള്ള നിഷേധം. 2 അപകടമാണ്, 2 പാടില്ല. മറിച്ച് വേണ്ടത് പരിപൂർണമായ തസ്ലീമും കീഴൊതുങ്ങലും പരിപൂർണമായ ഇൻഖിയാദ് അനുസരണവും താഅത്തും കബൂൽ സ്വീകരിക്കലുമാണ്. കബൂൽ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കൽ. ഷഹാദത്ത് കലിമയുടെ ഷർത്തുകൾ പറയുന്നത് പോലെ. അതായത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾപ്പെട്ടതാണ്. അൽഹംദുലില്ലാ, ഇതോടുകൂടി മുത്തഖീങ്ങളുടെ വിശേഷണം വിവരിക്കുന്ന 5 ആയത്തുകൾ അല്ലെങ്കിൽ 4 ആയത്തുകൾ അത് കഴിഞ്ഞു. ഇനിയുള്ളത് കുഫാറുകളുടെ 2 വിശേഷണം പറയുന്ന 2 ആയത്തുകൾ. പിന്നെ അതിനുശേഷം മുനാഫിക്കുകളുടെ വിശേഷണം പറയുന്ന 12 ആയത്തുകൾ. മുനാഫിക്കുകളെ കൊണ്ടുള്ള ഉപദ്രവം അത്ര കടുത്തതായതുകൊണ്ട്. വഹാദാ വല്ലാഹു തആല അലം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.